Good morning. Morning. Okay, നമ്മള് ഇന്നലെ പറഞ്ഞ എന്താണ് ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ് മോഡൽ അല്ലേ? ഓക്കെ, നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്ലാനിങ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ്, തേർഡ് സ്റ്റെപ്പ് സെലക്ടിങ്, ഡെവലപ്പിംഗ്, റിറ്റൈനിങ് ആൻഡ് ട്രാൻസിഷനിങ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത് പ്ലാനിങ് ആണ് അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ്, അല്ലെങ്കിൽ ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഐഡന്റിഫൈയിങ് ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അല്ലെ? മനുഷ്യ മൂലധന ആവശ്യകതകൾ തിരിച്ചറിയുക, സ്കില്ല്, നോളജ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ വേക്കൻസീസ് ഉള്ളിപ്പെട്ട് ആ വേക്കൻസിയിലോട്ട് ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെന്താ? ഡെവലപ്പിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്. ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി, അതുപോലെ തന്നെ ജോലി വിവരണം അല്ലെ? ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവരണം, അതുപോലെ തന്നെ പ്രധാന റോളുകൾ വികസിപ്പിക്കുക. പിന്നെന്താ? പ്രപ്പോസിംഗ് വർക്ക് ഫോഴ്സ് പ്ലാൻ റിക്രൂട്ട്മെന്റ് അല്ലെ? എന്താണ്? നിയമനത്തിനായിട്ട് ഒരു തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റിലൂടെ നമുക്ക് ആളുകളെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് പ്ലാനുകൾ ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. രണ്ടാമത് പറയുന്നത് എന്താ? അട്രാക്റ്റിംഗ് അല്ലെ? അട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ട്മെന്റ് സോഴ്സസ് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ ഒഴിവുള്ള തസ്തികകളില് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായ വ്യക്തികളെ അന്വേഷിക്കുകയും ചെയ്യുക. എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വേക്കൻസീസിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അല്ലെ? എന്താണ് ഈ എന്താ പറയാ നൗകരി, അതുപോലെ തന്നെ ഇൻഡീഡ്, ടൈം ജോബ്സ്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഈ സോഷ്യൽ മീഡിയ പോർട്ടബിളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വേക്കൻസീസ് നമ്മൾ കമ്പനീസിൽ അയക്കും അല്ലെ? അത് കണ്ടിട്ട് ആളുകൾക്ക് ഏറ്റവും കാൻഡിഡേറ്റ് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് അപ്ലിക്കേഷൻ ഫോം അയക്കുന്നു, അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നു അല്ലെ? നമ്മുടെ കമ്പനിക്ക് യോജിച്ചതായിട്ടുള്ള ആളുകളെ നമ്മൾ ആ വേക്കൻസിയിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫോമുകൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെലക്ടിങ്, റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ടിംഗ് ദ പേഴ്സൺ ഇൻവോൾവ്സ് ദ സ്റ്റെപ്പ്. എന്താണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്? എന്താ? ആദ്യം റിട്ടൺ ടെസ്റ്റ് നടത്തും, ഇന്റർവ്യൂസ് നമ്മൾ കണ്ടക്ട് ചെയ്യും അല്ലെ? ഷെഡ്യൂൾ ചെയ്യാം, എന്ന് നടത്തണം, എപ്പോ നടത്തണം, എങ്ങനെ നടത്തണം എന്നൊക്കെ ഷെഡ്യൂൾ ചെയ്യും. സ്ക്രൂട്ടിനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് പ്രൊഫൈൽ. അപ്പൊ എന്താ? പ്രൊഫൈലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ കമ്പനിയിലേക്ക് യോജിച്ചതായിട്ടുള്ള വേക്കൻസിയിലേക്ക് വേണ്ട എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുകയും അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കും അല്ലെ? എങ്ങനെയാണ്? ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ എന്താ നമ്മുടെ ഓർഗനൈസേഷൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താ? എൻഹാൻസിങ് സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സൺ ടു മാച്ച് ദ പ്രൊഫൈൽ. എന്താ എങ്ങനെയാ ചെയ്യുന്നത്? ഈ പ്രൊഫൈലുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന്റെ സ്കില്ലുകള്, ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി, നൈപുണ്യം എന്നിവ വർദ്ധിച്ചെടുക്കുന്നുണ്ട് ഓരോ ട്രെയിനിങ്ങുകളും പ്രാക്ടീസുകളും മോട്ടിവേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട്. അതുപോലെ തന്നെ അവരെ കൗൺസിൽ ചെയ്യുക, ഗൈഡ് ചെയ്യുക, കോച്ച് ചെയ്യുക, എഡ്യൂക്കേറ്റിംഗ്, മെന്ററിംഗ് എംപ്ലോയീസ് ആൻഡ് ജോബ് റൊട്ടേഷൻ.
അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക അല്ലെ, ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് മേൽനോട്ടം വഹിക്കുക അല്ലെ, അവരെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മേലധികാരികൾ അവരെ മേൽനോട്ടം വഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് കൂടും. നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണ് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു എംപ്ലോയീസിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? റീറ്റെയിനിങ്. സ്റ്റെപ്പ് 5 ആണ് റീറ്റെയിനിങ്. റീറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? റീറ്റെയിനിങ് എന്താണ്? റീറ്റെയിനിങ് എന്താ? റീറ്റെയിനിങ് എന്ന് പറഞ്ഞാല് നിലനിർത്തുക അല്ലെ. വെരി ഗുഡ്. നിലനിർത്തുക അല്ലെ. ഓക്കെ. എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അവർക്ക് ഓഫർ ചെയ്യേണ്ടതായിട്ട് വരും? നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസിനെ നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും? നോക്കിയേ, എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്തണമെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കാം. പിന്നെ സാലറി ഇൻക്രീസ് ചെയ്യാം അല്ലെ, ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ? പ്രമോഷൻ കൊടുക്കാം. വെരി ഗുഡ്. പ്ലേസ്മെന്റ്. പിന്നെ ഇൻഷുറൻസ്. ഓക്കെ. റിവാർഡ്സ് കൊടുക്കാം. വെരി ഗുഡ്. റെക്കഗ്നിഷൻ. ഓക്കെ. ഓക്കെ. വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഓക്കെ. ഇത്രയും പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ എംപ്ലോയീസിനെ നമ്മുടെ ഈ ഓർഗനൈസേഷനിലേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പല പോയിന്റ് നമ്മൾ പറഞ്ഞത്. അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കാം, അതുപോലെ തന്നെ പ്രമോഷൻ കൊടുക്കാം, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. അതുപോലെ തന്നെ എന്താ ബോണസ് അല്ലെ, ബോണസ്, DA അങ്ങനെയുള്ള കാര്യങ്ങൾ, അലവൻസസ്, അതുപോലെ തന്നെ സാലറി കൂട്ടിക്കൊടുക്കാന്ന് പറയാം. ട്രാൻസ്ഫർ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സാലറി കൂട്ടിക്കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ പ്രമോഷൻ, ട്രാൻസ്ഫർ, ബോണസുകള് അല്ലെ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ നമ്മുടെ കമ്പനീസിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് നോക്കാം. അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. ഫോർ ഓർഗനൈസേഷണൽ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ എംപ്ലോയീസ് റിറ്റൻഷൻ ഈസ് വൈറ്റൽ. അപ്പൊ എന്താ പറയുന്നത്? ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും ജീവനക്കാരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിലനിർത്താനായിട്ട് എന്താണ് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ജീവനക്കാര് ഒരു ഓർഗനൈസേഷനിലെ
ഏറ്റവും വൈറ്റൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആർക്കാണ്? എംപ്ലോയീസിനാണ് അല്ലെ? എംപ്ലോയീസ് ഇല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കോ? എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാനേജർ മതി, അല്ലെങ്കിൽ HR മാനേജേഴ്സ് മതി, ജനറൽ മാനേജേഴ്സ് മതി. അവരെ ഉള്ളെങ്കിൽ മാത്രം നടക്കോ എല്ലാ പ്രവർത്തനങ്ങളും? ഇല്ല. കൂടെ വർക്ക് ചെയ്യുന്ന ആര് വേണം? എംപ്ലോയീസ് വേണം അല്ലെ? എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എംപ്ലോയീസിനെ നിലനിർത്തേണ്ടത്, ഓർഗനൈസേഷനില് എംപ്ലോയീസിനെ നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യമാണ് അല്ലെ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണം അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട്? പ്രമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്, പിന്നെന്താ? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഹാൻഡിങ് ഓഫ് എ സ്പെഷ്യൽ പ്രൊജക്ട്. നമ്മൾ പറഞ്ഞു പ്രമോഷൻ കൊടുക്കാം, ഇൻക്രിമെന്റ്സുകൾ അല്ലെ, സാലറി ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് എന്താണ്, എത്ര കഷ്ടപ്പെട്ട് ജോലി ആയാലും അവർ ആ സ്ഥാപനത്തിൽ നിലനിൽക്കാനായിട്ട് നോക്കും. കാരണം എന്താ? സാലറി ഇൻക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം, എംപ്ലോയീസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യം എന്താ? സാലറി തന്നെയാണ് അല്ലെ? അവന് ചെയ്യുന്ന ജോലിക്ക് നല്ല രീതിയിലുള്ള സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ ഓർഗനൈസേഷനിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കും അല്ലെ? അവന് അവിടെ വരാനായിട്ടും ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? നല്ല രീതിയിലുള്ള സാലറി ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതർവൈസ് ബട്ട് ആണെങ്കിലോ സാലറി കുറവാണ്, നമ്മൾ ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള സാലറി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ വരാനായിട്ട് അവന് തോന്നോ? അല്ലെങ്കിൽ കമ്പനിയിൽ എപ്പോഴും എന്താണ് ഇല്ല, തോന്നില്ല അല്ലെ? കമ്പനിയിൽ വരാനായിട്ട് തോന്നില്ല. എത്രയും പെട്ടെന്ന് ആ കമ്പനിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്ത് പോകാനായിരിക്കും അവൻ താല്പര്യപ്പെടുന്നത് അല്ലെ? ഓക്കെ, പിന്നെ എന്താ? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ബൈ ഹാൻഡ്ലിംഗ് ഓവർ സ്പെഷ്യൽ പ്രൊജക്ട്സ്. ഇപ്പോ ഈ സ്പെഷ്യൽ പ്രൊജക്ട്സുകളൊക്കെ എംപ്ലോയീസിന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അപ്പൊ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. ആ, കമ്പനി എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് എന്നെ കരുതുന്നുണ്ട് എന്നവന് മനസ്സിലാവും അല്ലെ? സ്പെഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊജക്ട് വർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു താല്പര്യം അവനിൽ ഉണ്ടെന്ന് അവന് മനസ്സിലാവും അല്ലെ? അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടേക്ക് വരാനായിട്ടായാലും അവിടെയുള്ള എന്ത് വർക്കായാലും, ഇപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വർക്കും കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ അവൻ നോ പറയില്ല ഇല്ലേ? നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്ത് വർക്ക് കൊടുത്തു കഴിഞ്ഞാലും അവൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല, നോ പറയില്ല അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പെഷ്യൽ പ്രൊജക്ട്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവനെ ഭാഗമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ എന്താ? പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ എന്തെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോ പുതിയതായിട്ട് എന്തെങ്കിലും നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഡിസിഷൻസ് ചോദിക്കും, തീരുമാനങ്ങള് ഇന്നതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം എന്നുള്ളത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ചോദിക്കാം അല്ലെ? അപ്പൊ എന്താണ്? എംപ്ലോയീസിനെ കൂടി അതിൽ പങ്കെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, എന്റെ അഭിപ്രായം കൂടി ഇവർ മാനിക്കുന്നുണ്ട് അല്ലെ? നമ്മളോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മാനേജേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ എംപ്ലോയീസിനെയും കൂടിയും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്തൊരു കാര്യത്തിനും നമ്മൾ എംപ്ലോയീസിന്റെ അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ശരിയായൊരു കാര്യം തന്നെയാണ് അല്ലെ? അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവിടെ നിലനിൽക്കാനായിട്ട് അവർക്ക് തോന്നും അല്ലെ? അവിടെ എന്താണ്, എന്നും വരാനായിട്ടായാലും കമ്പനിയുടെ ഒരു പാർട്ടാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. പിന്നെ എന്താ? ടീച്ചിങ് ന്യൂ ജോബ് സ്കിൽസ് അല്ലെ? ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു പുതിയതായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ജോയിൻ ചെയ്ത എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു ടെക്നോളജിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പനീസിന്റെ ഉള്ളില് പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ട് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെ? ചിലപ്പോ അത് അവന് കുറച്ച് ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവൻ എക്സ്പേർട്ട് ആവും അല്ലെ? പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ
ആ ജോബ് ചെയ്യാൻ തരത്തിലുള്ള പ്രാക്ടീസുകൾ, വർക്ക് കാര്യങ്ങളൊക്കെ പ്രാക്ടീസുകളായാലും ട്രെയിനിങ്ങുകളായാലും അവർക്ക് ഓഫർ ചെയ്യാം. അപ്പൊ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ പ്രാക്ടീസിലൂടെയൊക്കെ അവന്റെ വർക്കും കാര്യങ്ങളും നോളജ് ആയാലും അതുപോലെ തന്നെ എന്താ സ്കില്ലായാലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുവഴി നല്ല രീതിയിൽ അവൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്, കമ്പനിയിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, ഐഡന്റിഫൈങ് ദ ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് എഫേർട്ട്. അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, ഏതൊരു ജോലി ചെയ്യുമ്പോഴും അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ മാനിക്കുന്നുണ്ട്, ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കമ്പനിക്കാരെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മേലധികാരികൾ ഞങ്ങളെ അറിയുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അവിടെ നിലനിൽക്കാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് വരാം അല്ലെ. നമുക്കായാലും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് തന്ന് നിലനിൽക്കാനായിട്ട് നമ്മുടെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ അല്ലെ, സപ്പോർട്ടിംഗ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ എഫേർട്ട് അവർ അറിയുന്നുണ്ട്, നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അവർ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിലനിൽക്കാനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, വായിച്ചു നോക്കിയേ. റീറ്റെയിനിങ്.
അയച്ചു കഴിഞ്ഞോ? അയച്ചു കഴിഞ്ഞോ പോയിന്റ്സ്? നെക്സ്റ്റ് നോക്കാം, ട്രാൻസിഷനിങ്. ഓക്കെ, talent management aim at the overall transformation of the employees to achieve the organizational mission. Okay, talent managementന്റെ aim എന്താണ്? അണ്ടർലൈൻ ചെയ്തേ. Overall transformation of the employees to achieve the organizational mission. നമുക്കറിയാം, ഏതൊരു സ്ഥാപനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് എന്തുണ്ടാവും? ഒരു വിഷൻ അല്ലെ, ഒരു ഗോൾ ഉണ്ടാവും അല്ലെ, ഒരു വിഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സ്ഥാപനത്തിന്റെ വിഷൻ കൈവരിക്കാൻ വേണ്ടതായിട്ടുള്ള ജീവനക്കാരെ അല്ലെ, നമ്മളെ ഒരു ജീവനക്കാരെ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു ഗോൾ ഉണ്ടാവും, വിഷൻ ഉണ്ടാവും, മിഷൻ ഉണ്ടാവും. അതൊക്കെ കൈവരിക്കാൻ വേണ്ടതായിട്ട് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിനെ നമ്മൾ ഇന്റർവ്യൂ നടത്തി ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മുടെ ഗോള് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയും അത് കൈവരിക്കാൻ വേണ്ട രൂപത്തിലാക്കിയിട്ട് അവരെ എന്ത് ചെയ്തെടുക്കുകയും മോൾഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ പറയുന്നത് ടാലന്റ് മാനേജ്മെന്റിന്റെ എയിം എന്ന്. ടാലന്റ് മാനേജ്മെന്റിന്റെ എയിം എന്നാൽ എന്താണ്? എന്താ പറയുന്നത്? ഓവറോൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെ, എംപ്ലോയീസിന്റെ നമുക്ക് ഓർഗനൈസേഷനിലേക്ക് നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള രൂപത്തിലേക്ക് ആളുകളെ, വർക്കേഴ്സിനെ മാറ്റിയെടുക്കുക എന്നതാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അച്ചീവ് ത്രൂ. എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? റിട്ടയർമെന്റ് ബെനഫിറ്റ് ടു എംപ്ലോയീസ് അല്ലെ, റിട്ടയർമെന്റ് ബെനഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താ? കണ്ടക്ടിങ് എക്സിറ്റ് ഇന്റർവ്യൂ. എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ? എന്തായിരിക്കാം? ആ പേര് കേൾക്കുമ്പോ എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്നുള്ളത്? റിസൈൻ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം വന്നിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും കമന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആളുകള് റിസൈൻ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകാനായിട്ട് നിൽക്കും അല്ലെ. അത്തരത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? മേലധികാരികള് വിളിച്ചിട്ട് എന്ത് ചെയ്യും? അവരുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തും. ഓക്കെ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. എന്തുമായിട്ട്? അവര് ചിലപ്പോ എന്ത് കാരണത്താലാവാം എക്സിറ്റ് ആയി പോകുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് എക്സിറ്റ് ആയി അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോകാൻ നിൽക്കുന്നത് എന്ത് കാരണങ്ങളാലേ ആവാം? എന്തൊക്കെ റീസൺസ് ആവാം? സാലറി അല്ലെ, ഒരു മെയിൻ പ്രോബ്ലം ആണ് അല്ലെ, സാലറിയുടെ എന്താ കുറവ് അല്ലെ. പിന്നെ എന്തൊക്കെയാവാം? ഹെൽത്ത് പ്രോബ്ലംസ് ഇതാണ് ഉദ്ദേശിച്ചത്. വർക്ക് പ്രഷർ. ഓക്കെ, വെരി ഗുഡ്. വേറൊരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഇതിനെക്കാട്ടി നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വേറൊരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ റിസൈൻ ചെയ്യും എന്ന് പറയാറുണ്ട് അല്ലെ. അതെ, പിന്നെ എന്താ? ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. പിന്നെ ഓവർ ടൈം വർക്ക്. അലവൻസസ് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഓക്കെ.
ഓക്കെ, അത്തരത്തിലുള്ള റീസൺസ് ആവാം അവര് റിസൈൻ ചെയ്തു പോകുന്നതിന്റെ കാരണങ്ങൾ അല്ലെ. നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ല, നമുക്ക് കൂടുതൽ പ്രഷർ വരുന്നുണ്ട് അല്ലെ. ചില കമ്പനീസിലൊക്കെ ആണെങ്കിൽ ചിലവര് പറയുന്നത് കേൾക്കാം അല്ലെ, സാലറി ഇല്ല, അതുപോലെ തന്നെ വളരെ വർക്ക് കൂടുതലാണ്, കമ്പനിയിൽ നല്ല പ്രഷർ ഉണ്ട് അല്ലെ, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ നല്ല രീതിയിൽ ഓവർ വർക്ക് ഉണ്ട് അല്ലെ. എന്താ 8 hours ആണ് മിനിമം വർക്കിംഗില്, ചിലപ്പോൾ ഒരു 10-12 മണിക്കൂർ വരെയൊക്കെ നമ്മൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള സാലറി തരുന്നില്ല ഇല്ലേ. പലരുടെയും കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്ത് പോകാനായിട്ട് നിൽക്കും. അങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്നവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് കമ്പനിക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, നിങ്ങൾ എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഇവരെന്ത് പറയും, ചിലപ്പോ സാലറിയുടെ പ്രശ്നമാവാം, സാലറി കുറവാവാം, അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ല എന്നുള്ളതാവാം. ചിലപ്പോ എന്താണ്, വളരെ പ്രഷർ തരുന്നുണ്ട്, ടാർജറ്റ് ഇതൊക്കെയുണ്ട്, ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നു എന്നുള്ളത് പറയും. അപ്പോ കമ്പനിക്കാരെന്ത് പറയും, കമ്പനിക്കാരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, നല്ല രീതിയിൽ സ്കില്ലും നോളജും ഉള്ള ആളുകളെ നമ്മുടെ കമ്പനിയിൽ റിറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ ശ്രമിക്കുക അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ നോളജും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് പറയുന്നുണ്ട്, സാലറി കുറവാണെങ്കിൽ ഇത്രയും പെർസെന്റേജ് ഓഫ് സാലറി കൂട്ടി തരാം. ഇനി പ്രമോഷന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പ്രമോഷൻ തരാം, ട്രാൻസ്ഫർ തരാം, ബോണസ് അല്ലെ, DAPA അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരാം എന്നുള്ളത് പറഞ്ഞ് അവരുമായിട്ടൊരു MBA ഏർപ്പെട്ട് അവരെ നമ്മുടെ കമ്പനിയിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ. മനസ്സിലായോ? ഓക്കെ, നമ്മുടെ കമ്പനിയിൽ നിന്ന് ആളുകൾ പോകാനായിട്ട് ഇടവരുമ്പോ അവരുമായിട്ടൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അവരും നമ്മുടെ കമ്പനിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി എന്താ, സെഷൻ പ്ലാനിങ് ആൻഡ് ഇന്റേണൽ പ്രമോഷൻ. അറിയാലോ, ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിക്ക് അകത്തുനിന്നോ പുറത്തുനിന്നുള്ള പ്രമോഷൻ ആണോ, എന്തുദ്ദേശിക്കുന്ന ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞാല്? ഇന്റേണൽ പ്രമോഷൻ എന്തായിരിക്കും? എന്തുദ്ദേശിക്കുന്നത്, ഇന്റേണൽ പ്രമോഷൻ അല്ലെ, ഇൻസൈഡ് അല്ലെ, കമ്പനിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകളെ പ്രമോഷൻ നടത്തുന്നു അല്ലെ. ചിലപ്പോ എന്താ, എക്സ്പീരിയൻസ് നോക്കിയിട്ട്, അതുപോലെ തന്നെ എന്താ ചിലപ്പോ നോളജ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അല്ലെ പ്രമോഷൻ നടത്തുന്നത്. ഇന്റേണലി പ്രമോഷനുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, കമ്പനിയുടെ ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രധാനമായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവനക്കാരെ കമ്പനിയുടെ ആ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള രീതിയിലേക്ക് ജീവനക്കാരെ മാറ്റിയെടുക്കുക എന്നതാണ് എന്ന് പറയുന്നത് ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ട്രാൻസിഷനിങ്.
വായിച്ചു കഴിഞ്ഞോ? സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാല്? സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. എന്താ മീനിങ് സിഗ്നിഫിക്കൻസ്? സിഗ്നിഫിക്കൻസ് എന്താ മീനിങ്? പ്രാധാന്യം കേട്ടോ, പ്രാധാന്യം. ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സർക്കിൾ കണ്ടല്ലേ നിങ്ങൾ, പിക്ചർ കണ്ടല്ലേ? ചെറിയ ചെറിയ പോയിന്റ്സ് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം കേട്ടോ. ഐഡന്റിഫൈങ് റിക്വയർഡ് ടാലന്റ്, implementing compensation plans, performance appraisal system, nurturing the talent, retaining the talent, aligning acquired talent, training and development of competencies, rights the selection of talent. ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? ഐഡന്റിഫൈങ് റിക്വയർഡ് ടാലന്റ് അല്ലെ? ഓർഗനൈസേഷന്റെ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സ്കില്ലാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എന്താണ് ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വിധത്തിലുള്ള സ്കില്ല്, എന്ത് സ്കില്ല് വേണം, എന്ത് നോളജ് വേണം എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നീട് എന്താ? ഇംപ്ലിമെന്റിംഗ് കോമ്പൻസേഷൻ പ്ലാൻസ്. ഏറ്റവും ടോപ്പ് ടാലന്റഡ് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്താണ് ആളുകളെ അല്ലെ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നല്ല രീതിയിൽ സ്കില്ലുകളുള്ള, നോളജുകളുള്ള, എക്സ്പീരിയൻസുകളുള്ള ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ പാക്കേജ് ഡിസൈൻ ചെയ്യുക, പ്ലാനുകൾ തയ്യാറാക്കുക. കോമ്പൻസേഷൻ പാക്കേജ് എന്ന് പറഞ്ഞാല് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, എത്ര സാലറി കൊടുക്കാം, അല്ലെങ്കിൽ എത്ര ബോണസ് ഉണ്ട്, ട്രാൻസ്ഫർ, പ്രമോഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ടി എ ബോണസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് അതില് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുന്നത് വഴി അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. എന്താണ്? കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനും അതുപോലെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട മേഖലകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ അല്ലെ? കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും അതിന്
എന്തൊക്കെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ കുറവുകളുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കുറവുകൾ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി നർച്ചറിംഗ് ദ ടാലന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻസ് കൊടുക്കുക, അല്ലെ? എംപ്ലോയീസിന് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻസ്, എന്തെങ്കിലും ഇപ്പോ വർക്കുകള് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അവർക്ക് മോട്ടിവേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ആകും, അല്ലെ? ആത്മവിശ്വാസം ഇൻക്രീസ് ആകും. അതുവഴി അവർക്ക് നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗൈഡൻസുകൾ, അവർക്ക് എന്തെങ്കിലും അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അവിടെ എന്തെങ്കിലും എന്താ സംശയങ്ങളോ എന്തെങ്കിലും മനസ്സിലാവാകെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാം. അങ്ങനെ ഗൈഡൻസ് കൊടുക്കുന്നത് വഴി അവരെ മേൽനോട്ടം വഹിക്കുന്നതിലൂടെ അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പെർഫോമൻസിൽ എന്തെങ്കിലും കുറവോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ആ കുറവ് നികത്തി കൊടുക്കാനായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വഴി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതാണ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കുക, അല്ലെ? എന്തെങ്കിലും എന്താ ഡിസിഷൻ മേക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ എന്തെങ്കിലും അവിടെ എന്താ ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസോ ന്യൂ സർവീസോ ന്യൂ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തുടങ്ങുന്നതിന് വേണ്ടതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കൊടുക്കുന്നത് വഴി അവർക്കൊരു എന്താ അവരുടെ കമ്പനിയാണ് അല്ലെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവും. അപ്പൊ അതുവഴി അവരുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആവുകയും ഓരോ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവർക്ക് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് റീറ്റെയിനിങ് ദ ടാലന്റ്. റീറ്റെയിനിങ് ദ ടാലന്റിൽ വരുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ ഇടപഴകാനും പ്രചോദിപ്പിക്കാനും തന്ത്രങ്ങള് നടപ്പിലാക്കുക. അതുവഴി കൊഴിഞ്ഞു പോക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മികച്ച പ്രകടനം, അല്ലെ? നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് നമ്മൾ എന്താ കൊടുക്കാം? എന്ത് കൊടുക്കുന്നുണ്ട്? പറഞ്ഞല്ലോ, മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുന്ന. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, അല്ലെ? സ്പോർട്സിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? റിവാർഡുകൾ, അല്ലെ? ട്രോഫി, അല്ലെ? മെഡല്, ട്രോഫി ഒക്കെ കൊടുക്കാറുണ്ട്, അല്ലെ? അപ്പൊ എന്താ കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയാ, അതൊരു പ്രചോദനമാണ്, അല്ലെ? പിന്നെയും പിന്നെയും അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടും അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിലാകുമ്പോ അവർക്ക് ഓരോ കാര്യങ്ങൾ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനൊക്കെ ആണെങ്കിൽ നല്ലൊരു റിവാർഡ് കൊടുക്കുന്നതിലൂടെ അവർക്കൊരു പ്രചോദനമാണ്, അല്ലെ? മറ്റുള്ളവരും അത് കണ്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയി അവരുടെ വർക്കും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്, അല്ലെ? അപ്പൊ അവരുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു വാശി ഉണ്ടാവും, അല്ലെ? ഞാനാവും ബെസ്റ്റ് പെർഫോമർ, ഇനി അടുത്ത പ്രാവശ്യം ഞാനാവും ബെസ്റ്റ് പെർഫോമർ എന്നൊരു വാശി അവർക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ അപ്പോ അവരുടെ എല്ലാ പ്രകടനങ്ങളും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ എംപ്ലോയീസിന്റെ ഇടയിൽ. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു പ്രചോദനമാണ്, അല്ലെ? ഒരു മോട്ടിവേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി എന്താണ് അലൈനിങ് ദ റിക്വയർഡ് ടാലന്റ്. പുതിയ നിയമങ്ങള്, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള്, മൂല്യങ്ങള്, സംസ്കാരം എന്നിവയുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോ ചില ഓർഗനൈസേഷൻ എന്താണ് പോളിസീസ്, ഓരോ ഓർഗനൈസേഷൻ പോളിസീസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും ഗൈഡ് ലൈൻസ് ആയാലും ഡിസിപ്ലിൻസ് കാര്യമായാലും എന്ത് കാര്യം റൂൾസ് ആയാലും എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കമ്പനിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയാലും പോളിസീസ് ആയാലും അതിനോട് എംപ്ലോയീസ് ഇണങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എന്താ ഇണങ്ങിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം, അല്ലെ? ചില ആളുകൾക്ക് ചിലവര് പറയാറുണ്ട് കമ്പനീസിന്റെ ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ്, പോളിസീസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ കൂട്ടുകാരായാലും അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആയാലും ഒക്കെ പറയാറുണ്ട്, എനിക്ക് ആ കമ്പനിയിൽ നിന്നും പോരണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാനായിട്ട്, ഇങ്ങനെയുള്ള പോളിസീസ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? നമ്മൾ പലരും കേൾക്കാറുണ്ട്. അപ്പൊ
കമ്പനീസിന്റെ എന്താണ് പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും അവർക്ക് എംപ്ലോയീസിന് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന രീതിയിലും അവർക്ക് നല്ല രീതിയിൽ യോജിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം. അതെന്ന് പറയുന്നത് ആ പോളിസി ആയാലും പ്രൊസീജിയർ ആയാലും അവര് അത് നല്ല രീതിയിൽ യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുന്നുണ്ട്, പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമ്പനി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് അലൈനിങ് അക്യൂർഡ് ടാലന്റിൽ പറയുന്നത്. ഇനി എന്താ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോമ്പിറ്റൻസീസ്. എന്താണ് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ഓരോ എംപ്ലോയീസിനും ഡിഫറെന്റ് സ്കിൽസ് ആൻഡ് നോളജ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ സ്കില്ലുകളും ടാലന്റുകളും അറിഞ്ഞുകൊണ്ട് അവർക്ക് അതിലെ പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനായിട്ട് സ്കില്ലുകൾ അല്ലെ. ഇപ്പോ സ്കില്ല് കുറവായവരുണ്ടാവാം, നോളജ് കൂടുതലായവരുണ്ടാവാം. നോളജ് കുറവും സ്കില്ല് കൂടുതലായിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് നോളജിനനുസരിച്ച് നോളജ് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ സ്കില്ല് കുറവുള്ളതിനനുസരിച്ച് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനനുസരിച്ച് ഓരോരുത്തരുടെയും നോളജും സ്കില്ലും മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏതിനകത്താണോ ഇംപ്രൂവ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത് അതനുസരിച്ച് ഓരോ ട്രെയിനിങ്ങുകളും പ്രാക്ടീസുകളും ഒക്കെ കൊടുക്കാനായിട്ട് കമ്പനി തയ്യാറാവാം. അതനുസരിച്ച് അവർ ഇമ്പ്രൂവ് ആയിട്ട് പിന്നെ വരും. എന്താണ് ട്രെയിനിങ്ങുകളും പ്രാക്ടീസിലൂടെയൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്താ റൈറ്റ് സെലക്ഷൻ ഓഫ് ടാലന്റ്. ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുക്കുക അല്ലെ. ഏറ്റവും മികച്ച നമ്മുടെ കമ്പനിയിലേക്ക് എന്താ ആ വേക്കൻസിയിലോട്ട് വേണ്ടതായിട്ടുള്ള റൈറ്റ് കാൻഡിഡേറ്റിനെ വേണം തെരഞ്ഞെടുക്കാനല്ലേ. ഇല്ലേ, ഇപ്പൊ HR മാനേജറിന്റെ പോസ്റ്റിലേക്ക് റിസപ്ഷനിസ്റ്റിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കില്ലും ടാലന്റും ഉണ്ടാവോ? ഇല്ല. റിസപ്ഷനിസ്റ്റിൻ്റെതായിട്ടുള്ള നോളജും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. HR മാനേജേഴ്സിന് ഇത്തിരി കൂടിയും എന്താണ് നോളജ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇമ്പ്രൂവ് ആവും അല്ലെ. ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അതനുസരിച്ച് ഓരോരുത്തരുടെ വർക്കും കാര്യങ്ങൾക്കും ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് വേണം നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ട്, ഓരോരുത്തരെ തെരഞ്ഞെടുക്കാനായിട്ട്. അപ്പോ ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ വേണം ഏത് പൊസിഷനിലേക്കാണോ നമ്മള് അവിടെ വേക്കൻസി ഉള്ളത് ആ പൊസിഷനിലേക്ക് തെരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, റൈറ്റ് ജോബ് അറ്റ് ദി റൈറ്റ് പൊസിഷൻ അല്ലെ. കറക്റ്റ് ജോബിലേക്ക് അല്ലെ, റൈറ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ വേക്കൻസി എവിടെയാണോ ഫില്ലാക്കിയിട്ടത് ആ വേക്കൻസിയിലേക്ക് മികച്ച സ്കില്ലുള്ള നോളജ് ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളെ വേണം നമ്മള് തെരഞ്ഞെടുക്കാനായിട്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ റിക്വയർഡ് ടാലന്റ്. റിക്വയർഡ് ടാലന്റ് എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷന്റെ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സ്കില്ലാണോ വേണ്ടത് അതനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ എന്താ ഇംപ്ലിമെന്റേഷൻ കോമ്പൻസേഷൻ പ്ലാൻസ്. എന്താണ് ഏറ്റവും ടോപ്പ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ മെനയാ. എന്താ ഉദ്ദേശിക്കുന്നത്? സാലറി പാക്കേജുകള് അതുപോലെ തന്നെയുള്ള കാര്യങ്ങള്. സാലറി ഒക്കെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അട്രാക്റ്റീവ് ആവുമല്ലോ നമ്മുടെ കമ്പനിയിലേക്ക്. പിന്നെ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തി എടുക്കുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. നാച്ചറിംഗ് ദ ടാലന്റ് എന്ന് പറഞ്ഞാല് ഓപ്പർച്യൂണിറ്റി അല്ലെ, അവസരങ്ങൾ കൊടുക്കുക അവർക്ക്. അതുപോലെ തന്നെ മോട്ടിവേഷനും ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും വർക്കുകള് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എറേഴ്സ് ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, വേണ്ടതായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നതിലൂടെയൊക്കെ അവരെ ഇംപ്രൂവ് ആവാനായിട്ട് ഇടവരുന്നുണ്ട്. റീറ്റെയിനിങ് ദ ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മികച്ച പ്രകടനം വെക്കുന്നവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് പ്രചോദനം കൊടുക്കുക അല്ലെ. അങ്ങനെ അതിനുള്ള തന്ത്രങ്ങൾ മെനയാം. കാരണം എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ബെസ്റ്റ് പെർഫോമർക്കൊക്കെ റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഓരോ എംപ്ലോയീസിനും ഒരു പ്രചോദനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ഇയർ ഞാൻ വാങ്ങിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാശിയായിരിക്കും ഉണ്ടാകുന്നത്. ഓരോ ബെസ്റ്റ് പെർഫോമറെയും നമ്മൾ കാണിച്ച് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ള റിവാർഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഇടയിലും ഓരോ വാശി ഉണ്ടാവും. അതുവഴി നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യും, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇടവരുന്നു. അങ്ങനെയുള്ള തന്ത്രങ്ങളാണ് കമ്പനീസ് മെനഞ്ഞെടുക്കേണ്ടത്.
അലൈനിങ് ദ അക്യൂർഡ് ടാലന്റ്. എന്താണ് നിയമങ്ങള്, കമ്പനീസിന്റെ പോളിസീസ്, നയങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യാം, കമ്പനിയുടെ രീതിയിൽ ഉള്ള ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പോളിസീസ് ആയാലും പ്ലാനുകളായാലും ഗൈഡ് ലൈൻസ് ആയാലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് നോക്കണം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോമ്പിറ്റൻസീസ്. അതെ, സ്കില്ല് നമ്മൾ പറഞ്ഞു അല്ലെ, സ്കില്ല്, നോളജ്. ചിലപ്പോൾ സ്കില്ല് കുറവുണ്ടാവാം, നോളജ് കുറവുണ്ടാവാം. അപ്പൊ സ്കില്ല് കുറവുള്ള ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ, പ്രാക്ടീസുകൾ, കാര്യങ്ങൾ കൊടുക്കുക. നോളജ് കുറവുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അല്ലെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവരെ വളർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് റൈറ്റ് സെലക്ഷൻ ഓഫ് ടാലന്റ്. എന്താണ് ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് കാൻഡിഡേറ്റിനെ നമുക്ക് തെരഞ്ഞെടുക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. എടുക്കുന്നുള്ളൂ മിസ്, വായിച്ചു നോക്കാം. ഓരോ പോയിന്റും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പോയിന്റ്സില്? ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും വായിച്ചു മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.